സുഹൃത്തുക്കളെ, ഞാൻ കൊച്ചിയിൽ നിന്നും മാനുവൽ കൊടുവേരി. നമുക്ക് കടന്നു വരാം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ രണ്ടാം ഭാഗത്ത്. യൂറോപ്പിലാണ് ഇത് തുടക്കം കുറിച്ചത്. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം. വ്യവസായ വിപ്ലവം തുടങ്ങിയതോടുകൂടി യൂറോപ്പ് സമ്പന്നമായി. ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ അവരും എതിർ കക്ഷികളും എല്ലാവരും സമ്പന്നതയിലേക്കും വളർച്ചയിലേക്കും ഉയർന്നു. ഒപ്പം തന്നെ അവർ ഇരുകൂട്ടരും സൈനികമായും പുതിയ കണ്ടെത്തലുകളും അവരെ ശക്തിപ്പെടുത്തലുകളും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജർമ്മനി അവരുടെ സൈനിക ശക്തിയെ പൂർവോപരി വളരെ ശക്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അത് ബ്രിട്ടനെയും സഖ്യരാഷ്ട്രങ്ങളെയും വളരെ ആശങ്കപ്പെടുത്തി. പ്രധാന സംഗതി, ബ്രിട്ടൻ്റെ സൈന്യാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ ജർമ്മനി വലിയ നേട്ടം നേടിയിരിക്കുന്നു എന്ന ഒരു അറിവ് ബ്രിട്ടനും ലഭിക്കുകയുണ്ടായി. ജർമ്മനി ഇപ്രകാരം ഉയർച്ചയിലേക്ക് സൈനികമായും സാമ്പത്തികമായും മുന്നിലേക്ക് പോയാൽ അവർ ഒരുപക്ഷെ കൊളോണിയസത്തിലേക്ക് പോകുവാനും, അങ്ങനെ വന്നാൽ നമ്മൾ തന്നെ അതിൻ്റെ ആദ്യ ഇരകളാകാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നൊരു സംഭാഷണം അവർ തമ്മിലുണ്ടായി. ആ ഘട്ടത്തിലാണ് 1914 ഓസ്ട്രിയ ഹംഗറിയിലെ രാജകുമാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ ഓസ്ട്രിയ ഹംഗറി ഇതിനെതിരെ സെർബിയ എന്ന രാജ്യമാണെന്നും അവരെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു. അവരുടെ മറുപടി വന്നതോടുകൂടി അതിനകത്തെ ഉള്ളടക്കം അവർ ചിലതെല്ലാം അംഗീകരിച്ചെങ്കിലും മറ്റുള്ളവ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് വലിച്ച് ചവറ്റുകുട്ടയിലേക്ക് ഇറങ്ങിയുകൊണ്ട് ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു നിശ്ചിത പ്രതികാരത്തിൻ്റെ ഭാഗമാണിതെന്ന് നമുക്ക് നിശ്ചയിക്കാം. പക്ഷേ അവരും അത്രമാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. ഒരുപക്ഷെ അപ്പുറത്തു നിന്ന് സെർബിയ ആഞ്ഞടിച്ചു. അതോടെ ഇവരുടെ താളം തെറ്റി. ഇത് നീണ്ടുപോവുകയാണ്. ഈ നീണ്ടുപോകൽ പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത സ്ഥലത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഓസ്ട്രിയ ഹംഗറി അവരുടെ സഖ്യകക്ഷികളോട് സഹായം ചോദിക്കുകയാണ്. ഒന്നിനും മടിച്ചു നിന്നില്ല ജർമ്മനി. ഉടൻ തന്നെ ഓസ്ട്രിയ ഹംഗറിക്ക് പൂർണ്ണ സപ്പോർട്ടുമായി രംഗപ്രവേശം ചെയ്യുകയാണ്. അക്കാലത്ത് ഒരു പ്രത്യേക സപ്പോർട്ടായിട്ടുള്ളൊരു പദം ഉപയോഗിക്കുകയുണ്ടായി. ബ്ലാങ്ക് ചെക്ക് സപ്പോർട്ട്. അതാണ് ജർമ്മനി പ്രഖ്യാപിച്ചത്. ഒരു പരിധിയുമില്ലാതെയുള്ള സപ്പോർട്ട്. ചുരുക്കത്തിൽ അത്തരത്തിൽ ജർമ്മനി യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. യുദ്ധത്തിൻ്റെ ഗതി മാറി. ഒപ്പം മറുവശത്തും അവരെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങളും കൂടെ വരികയാണ്. അതങ്ങനെ വ്യാപിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾക്കിവിടെ ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യുദ്ധം